ഗണേശ കഥകൾ തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച മറ്റൊരു മൂർത്തിയെ അടുത്തറിയാം. ഇനി ദീപാരാധന കാഴ്ചയിലേക്ക്. ഇത് പാൽക്കുളങ്ങര ദേവീക്ഷേത്രമാണ്. ദ്വാപരയുഗ കാലഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും പാദസ്പർശമേറ്റ മണ്ണ് എന്ന ധന്യത ഈ ഭൂമിക്കും ഈ ജലക്കെട്ടിനുമുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവുമൊക്കെ സ്മൃതികളിൽ ലയിച്ചു കിടക്കുന്നതും ഇവിടെ തന്നെയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് പേട്ടയിലേക്ക് പോകുന്ന രാജവീതിയിൽ 1/2 കിലോമീറ്റർ നടന്നാൽ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെത്താം. വരദായിനിയായ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് അർജുനൻ ആണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനോട് ചേർന്ന് അർജുനൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു കുളവുമുണ്ട്. പാൽക്കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. പാൽക്കുളങ്ങര എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് ഇതിൽ നിന്നാണെന്നും വിശ്വസിക്കപ്പെടുന്നു. കുടിയിരുത്ത് ഉത്സവമാണ് മറ്റൊരു പ്രധാന ഉത്സവം. 3 കൊല്ലത്തിലൊരിക്കലാണ് ഈ ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഊരൂട്ട് പറമ്പിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇവിടെ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തിയാണ് ഉത്സവം. എട്ടാം ദിവസം വൈകുന്നേരം ദേവിയെ തിരിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദേവീ ദർശനം നടത്തുന്നവർക്ക് സമൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യവും ഉണ്ടാകുന്നു. കാലം തപസിൽ മേവും അർജുനനിൻ നേറും ചിത്തം മിഴിപാർത്തിടവേ ഉരുകിയ ദേവീ അമ്പുകൾ തന്റെ നാഥനെ മൂടിടവേ തൃക്കൺ കൊണ്ടവ പൂവുകളാക്കി രമിക്കും ദേവീതേ. പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിനുള്ളിൽ ആര്യമതപ്രകാരമുള്ള പൂജാവിധികൾ അനുഷ്ഠിക്കുന്നു. എന്നാൽ ഊരൂട്ടുപറമ്പിലെ പച്ചപ്പന്തലിൽ ദേവി കുടികൊള്ളുമ്പോൾ ദ്രാവിഡ രീതിയിലുള്ള തോറ്റമ്പാട്ട് മുതലായവകൾക്ക് പ്രാധാന്യം കിട്ടുന്നു. ഈ ഉത്സവ നടത്തിപ്പും രീതികളും കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ സമത്വ സാഹോദര്യ മനോഭാവങ്ങളും പരാജയപ്പെടാത്ത ജനാധിപത്യ രീതികളും നിലനിന്നിരുന്നു എന്ന് അനുമാനിക്കാം.
പാൽക്കുളങ്ങര ഊരൂട്ടുപറമ്പിൽ 3 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഊരൂട്ടുത്സവം എല്ലാ വിധത്തിലും സവിശേഷതകൾ നിറഞ്ഞതാണ്. ഇതിന്റെ ആരാധനക്രമങ്ങൾ അർത്ഥവത്തും പഠനാർഹവുമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു അക്ഷയഖനിയും. ശങ്കര ഗുരുവിന് ദർശന ഭാഗ്യം ഏകിയ ദുർഗയിതേ, കേഴും ഭക്തന മുട്ടുകളൊക്കെയറുക്കും ദുർഗയിതേ. പുലർച്ചെ 4:30 പള്ളി ഉണർത്തൽ. 5 മണിക്ക് നട തുറക്കും. തുടർന്ന് നിർമാല്യ ദർശനം. ഉച്ചയ്ക്ക് 11 മണിയോടെ നടയടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറക്കും. 8 മണിയോടെ അടയ്ക്കും. 3 രീതിയിൽ ദീപാരാധന നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മംഗല്യവാരിധി ശ്രീ പാർവതി. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പൂജാരീതികളിൽ വേറെയും മാറ്റങ്ങളുണ്ട്. ദേവിയുടെ പ്രധാന ഉത്സവം മീനഭരണിയാണ്. മാർച്ച് 12 മുതൽ 21 വരെയാണ് ഈ ഉത്സവം നടത്തുന്നത്. ഉത്സവ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് 1 വർഷം ദർശനം നടത്തിയ ഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദർശന പുണ്യം തേടി ഭക്തർ ഇവിടെ എത്താറുണ്ട്. മംഗല്യവാരിധി ശ്രീ പാർവതി, പൂമൂടി നിൽക്കുന്നു ഈ പ്രകൃതി, എല്ലാം മറന്നു മുന്നിൽ നിൽക്കവേ ഭൈരവി. ചൊല്ലുവാൻ വയ്യല്ലോ മമ നിർവൃത്തി. അരുണോദയത്തിൽ നിൻ അരികെ വരും നേരം അരുളും നീ വിജ്ഞാനം അഖിലേശ്വരി. ശ്രീകോവിലിനുള്ളിലെ ദേവീ വിഗ്രഹത്തിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും കണ്ണെടുക്കുവാൻ കഴിയാത്ത വിധം പുഞ്ചിരി തൂവി ആത്മീയ സൗന്ദര്യ പ്രഭ വിടർത്തി നിൽക്കുന്നു പാൽക്കുളങ്ങര ദേവീ വിഗ്രഹം. അത്രയ്ക്ക് മനോഹരമാണ് അലങ്കാര പൂജ കഴിയുമ്പോൾ ദേവി. അഖിലേശ്വരി തിരുവുച്ച പൂജയ്ക്ക് തിരുമുൻപിലെത്തുമ്പോൾ അഖിലാർത്ഥവും നൽകും അഭയേശ്വരി. തിരുവുച്ച പൂജയ്ക്ക് തിരുമുൻപിലെത്തും. അങ്ങനെ നോക്കി നോക്കി നിൽക്കെ ദേവി സുന്ദര രൂപിണിയാകുന്നു. ദീപങ്ങൾക്ക് നടുവിൽ മൂക്കുത്തിക്കല്ലുകൾ തിളക്കി കാതുകളിലെ കമ്മലുകൾ പ്രകാശം പരത്തി ദേവി നമ്മുടെ ആജ്ഞാചക്രത്തിലൂടെ ആത്മാവിൽ ലയിക്കുകയായി. പിന്നീട് ദേവിയും നമ്മളും മാത്രമാകുന്ന ഒരു ആത്മീയ പ്രപഞ്ചമാകുന്നു ഈ
അന്തരീക്ഷം. അപരാഹ്ന നേരത്തു മിഴി പാർത്തിടും ഭക്ത ഭവദുഃഖമാറ്റും നീ ഭുവനേശ്വരി. വെറും കൈയുമായി വന്ന് വെറും കൈയുമായി മടങ്ങുന്ന നമുക്ക് ധനത്തിനോടുള്ള മോഹം എന്തിനാണ്? നമുക്ക് ശേഷം നമ്മുടെ സമ്പാദ്യങ്ങൾക്ക് എന്ത് സംഭവിക്കും? സമ്പാദ്യത്തിന്റെ പേരിൽ എത്ര തലമുറ വരെ നാം ഓർമ്മിക്കപ്പെടും? ഒരു പിടി ചോദ്യങ്ങൾ നിങ്ങൾക്കായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.